ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് കേരളത്തിൻ്റെ മത തീവ്രവാദികൾക്ക് നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെടുന്നൊരു വാർത്തയാണ് ഇറാനിൽ നിന്നുണ്ടായത്. നിങ്ങളല്ലേ പറയുന്ന ഇറാനിൽ മാറ്റമൊന്നുമില്ല, അവിടെ പഴയതുപോലെ നടക്കുന്നു, അതായത് ഇപ്പോഴും വലിയ സുഡാപ്പി രാജ്യമായിട്ട് നടക്കുന്നു. 2 ദിവസം മുമ്പ് ഒരു സംഭവം ഉണ്ടായി ഇറാനിൽ. മെഹ്റാബാദ് എയർപോർട്ടിൽ വെച്ച്, അതായത് ആൾക്കാർ ചെക്ക് ഇൻ കഴിഞ്ഞ് ബോർഡ് ചെയ്യാനിരിക്കുകയാണ്. ഇപ്പോൾ ഒരു സ്ത്രീയും ഭർത്താവും അവരെ ഹിജാബൊന്നും ഇട്ടിട്ടില്ല. അതായത് അവിടുത്തെ ഇപ്പോൾ ഒരു കോമൺ എല്ലാവർക്കും കാണാവുന്നതാണ്. അപ്പം അപ്പുറത്തിരുന്ന് ഇറാനിയൻ ഈ ഷിയ ക്ലർജി, അതായത് അവരുടെ മതപണ്ഡിതൻ, അത് നമ്മുടെ സമസ്തയൊക്കെ പോലുള്ള മതപണ്ഡിതൻ, അയാൾ ആ സ്ത്രീയോട് ഉറക്കെ പറയുകയാണ്, നിനക്ക് എന്തുകൊണ്ട് ഹിജാബ് തല മറച്ചുകൂടാ, മുടി മറച്ചുകൂടാ? സ്ത്രീ അങ്ങ് ചൂടായി. അയാൾ വന്നിട്ട് അയാളുടെ തലപ്പാവിലെ ടർബ അത് പിടിച്ചങ്ങ് ഊരി വലിച്ചങ്ങെടുത്തിട്ട് അവർ ഷാളായിട്ടങ്ങിട്ടു. എന്നിട്ട് ഈ സ്ത്രീ അയാളെ അടിച്ചു, ചെവ് കുട്ടിക്ക്. പിടികിട്ടിയല്ല സംഭവം എവിടുന്ന് എങ്ങോട്ടായി സംഭവം പോയെന്ന്. അപ്പോൾ അവിടെ വന്ന് പോലീസ് ഇടപെട്ടു. ഇതുകൂടെ കേട്ടിരിക്കുക. അപ്പോൾ പോലീസ് ഇടപെട്ടപ്പോൾ മറ്റുള്ള സ്ത്രീകളും അവിടെയുള്ള പാസഞ്ചേഴ്സും എല്ലാം കൂടെ വന്നിട്ട് ഈ കിളവനെ എടുത്തങ്ങ് പെരുമാറി. ഇടി ശരിക്കും അങ്ങ് കൊടുത്തു. എന്നിട്ട് പോലീസ് ഈ സ്ത്രീയെ അവിടെ എടുത്തിട്ട് ഇടിച്ചതിനെ പറ്റി അവർ പറഞ്ഞു ശരിയായില്ല, പക്ഷേ ആ ക്ലർജി പറഞ്ഞത് തെറ്റാണ്, അതുകൊണ്ട് കേസ് പോലും എടുത്തില്ല. അവരോട് പറഞ്ഞു പോയിക്കോളാൻ പറഞ്ഞു. മനസ്സിലായോ ഇറാൻ എങ്ങനെയാ മാറിയതെന്ന്? ഇത് ഗാർഡിയൻ ന്യൂസ് പേപ്പറിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിലും ഗ്ലോബലായിട്ട് തരംഗമായിട്ടും ആൾക്കാർ കാണുമോ? ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ ഇവിടെ പല ആൾക്കാരും വിശ്വസിച്ചില്ല, പ്രത്യേകിച്ച് ഈ കമ്മ്യൂണിറ്റിയിലുള്ളവർ. എങ്ങനെയാണ് ഇത് മാറുന്നത്? അതാണ് മസൂദ് പെഷഷ്കാൻ, അവിടുത്തെ പ്രസിഡന്റ്, പറയുന്നത് പഴയ ഇറാൻ ആയിരിക്കുകയല്ലേ ഇനിയുള്ള ഇറാൻ. ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു, ഞങ്ങൾ ജിയോ പൊളിറ്റിക്സ് മാറ്റും, ഇറാനെ ഞങ്ങൾ മാറ്റും, ആ റെജീമിനെ ഞങ്ങൾ, ആ ഭരണകൂടത്തെ ഞങ്ങൾ ചേഞ്ച് ചെയ്യും. ആ ചേഞ്ചസ് ആണ് ഇതൊക്കെ നടക്കുന്നത്. പിന്നീടുള്ള റിപ്പോർട്ട് മനസ്സിലാക്കുക, ഈ സ്ത്രീ പോലീസിന് കൊടുത്ത മൊഴിയിൽ പറഞ്ഞത് അവർ ഇസ്ലാമിക ഷിയ വിശ്വാസിയല്ല, അതിൽ നിന്ന് അവർ മാറി, അവർ ക്രൈസ്തവ വിശ്വാസിയാണ്. അതിനകത്ത് ഈ പറയുന്ന സാധനം എൻ്റെ ആവശ്യമില്ല, ഞാൻ ഇടുകയില്ല. അവിടെയുള്ള സ്ത്രീകളെല്ലാം അവരുടെ കൂടെ കൂടി, അവിടുത്തെ മറ്റുള്ള പാസഞ്ചേഴ്സ് അവരുടെ കൂടെ കൂടി. ഇതാണ് ചേഞ്ചസ് എന്ന് പറയുന്നത്. ആ ചേഞ്ചാണ് ഇറാനിലടിച്ചത്. അതായത് ഇന്ന് നിങ്ങൾ യൂട്യൂബിൽ പല വീഡിയോ എടുത്ത് നോക്ക്, ഇറാനെ പറ്റി പല വീഡിയോ ഉണ്ട്, കാണിക്കുന്നുണ്ട്, സ്ട്രീറ്റുകളൊക്കെ കാണിക്കുന്നുണ്ട്. അത് 10 സ്ത്രീകൾ എടുത്തു കഴിഞ്ഞാൽ 5 സ്ത്രീകൾക്കും ഈ പറയുന്ന ഹിജാബില്ല. മനസ്സിലാക്കുക, 10 സ്ത്രീകൾ എടുത്തു കഴിഞ്ഞാൽ 1 സ്ത്രീക്ക് മാത്രമേ കറുത്ത ചാക്കുള്ളൂ, ബാക്കി അതും ഇല്ല. അതാണ് ഇറാൻ മാറിയത്. ഈ മാറ്റം ലോകത്ത് അടിക്കുന്ന കാറ്റാണ്. ആ ലോകം മുഴുവൻ ഈ കാറ്റടിക്കുന്നുണ്ട്. അതാണ് പല യൂറോപ്യൻ രാജ്യങ്ങൾ ഈ സമയം കണ്ണുകൂടുന്ന സംഭവം എടുത്ത് ബ്ലാങ്കറ്റ് ബാൻ ചെയ്തേക്കുന്നത്. ഇനി കേരളത്തിലുള്ള ഈ പറയുന്ന തീവ്ര ഇസ്ലാമിക വിശ്വാസികളെ നിങ്ങൾ മനസ്സിലാക്കുക, ലോകം ചേഞ്ചായി. ഇസ്ലാമിക് റവല്യൂഷൻ കഴിഞ്ഞ് ഇറാൻ ചേഞ്ച് ആവുകയാണെങ്കിൽ ലോകത്ത് ഏത് രാജ്യമാണ് ചേഞ്ച് ആകാത്തത്? എന്താണ് അലി ഖമൈനി മിണ്ടുന്നേ ഇല്ലല്ലോ, ഇതിനെപ്പറ്റി ഒരു വാക്ക് മിണ്ടുന്നില്ലല്ലോ. അയാൾ സ്ത്രീകളെ പുകഴ്ത്തുകയാണ്. സ്ത്രീകൾ, അതാണ് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അതിൻ്റെ ഒരു ഖമൈനി എന്ന് പറയുന്ന ആൾ സ്ത്രീകളെ പുകഴ്ത്തുന്നത്. കാരണം അവിടെ ആൾക്കാർ പബ്ലിക്കായിട്ട് പെൺകുട്ടികളും സ്ത്രീകളും റെസിസ്റ്റ് ചെയ്യാൻ തുടങ്ങി, പറ്റില്ല എന്നും പറഞ്ഞുകൊണ്ട്. അവിടെ അമേരിക്കയും ഇസ്രായേലും അവർക്ക് സ്ലോഗനായി. അവിടെ ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ പേരിൽ അവിടെ സ്ട്രീറ്റ് ഉണ്ടായി. ഇതൊക്കെ സോഷ്യൽ മീഡിയയിലും പത്രങ്ങളും എടുത്തു നോക്കിയുള്ളൂ. ഇതാണ് ഇറാനിലുണ്ടായ മാറ്റം. ഉറപ്പായിട്ടും ആ മാറ്റം വെസ്റ്റ് ഏഷ്യയിൽ മുഴുവനും ഉണ്ടാകും, മിഡിൽ ഈസ്റ്റ് ഏഷ്യയിലുണ്ടാകും. ഇനിയെങ്കിലും മനസ്സിലാക്കൂ ഇറാനിയൻ ഫാനുകൾ, ഇറാൻ എന്ന് പറഞ്ഞ രാജ്യം നിങ്ങൾ ഉദ്ദേശിക്കുന്ന രാജ്യം അല്ലാതായി മാറുകയാണ്. അതാണ് ഞാൻ പറഞ്ഞ കൺവേർഷനിലും അതിഭയങ്കരമായ കൺവേർഷൻ നടക്കുന്നത്, പ്രത്യേകിച്ച് ഇവാഞ്ചലിക്കൽ പെൻറ്റക്കോസ്റ്റ് ക്രിസ്ത്യനായിട്ട്. ആ രാജ്യം തന്നെ മാറുകയാണ്. അപ്പോൾ ഇനിയും ഇന്ത്യക്കാർക്ക്, നിങ്ങൾ ഈ പറയുന്നവർക്ക് ഇന്ത്യക്കാർക്ക് അറൈവൽ ഓൺ വിസയാണ്, അവിടെ പോയി കാണാം ഇതൊക്കെ.
ഏതായാലും ഞാൻ അവിടുന്ന് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട് കുറച്ചും കൂടി കഴിഞ്ഞിട്ട്. അതിനെപ്പറ്റി കൂടുതൽ വീഡിയോ, അവിടെ നടക്കുന്ന സംഭവങ്ങൾ, അതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ വീഡിയോ രൂപത്തിൽ തരാം. അതായത് മനസ്സിലാക്കുക, ലോകം മാറുവാണ്, ഫാസ്റ്റായിട്ടാണ് മൂവ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇറാൻ എന്ന് പറയുന്ന പബ്ലിക്കായിട്ട് എയർപോർട്ടിൽ വെച്ച് അയാളുടെ തലയിലെ ടർമ്മ എടുത്ത് ദൂരെ കളഞ്ഞിട്ട് അയാൾക്ക് അടിയും കൊടുത്തിട്ട് അതെടുത്ത് ഷാളായിട്ടിട്ട് എന്നിട്ട് അവിടെ കൂടെ പാസഞ്ചേഴ്സ് മറ്റുള്ളവരും അയാൾക്ക് അടിയും കൊടുത്തിട്ട് പോലീസിനൊന്നുമില്ല, പോലീസ് പറഞ്ഞ് പോയിക്കോളാൻ പറഞ്ഞു, ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല. ഇത്രയേ ഉള്ളൂ സംഭവം. ഇതാണ് മാറ്റം, ഇതാണ് ഭയങ്കര മാറ്റം. ആ മാറ്റത്തെ ഉൾക്കൊള്ളാത്തവൻ വീണ്ടും ജീവിക്കുന്ന പഴയ നൂറ്റാണ്ടിലോട്ട് പോകും. അതെങ്കിലും നിൻ്റെയൊക്കെ തലയ്ക്കകത്ത് ബോധം വരട്ടെ.